അപ്പൊ ഓണം കളറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സുന്ദരിമാരായിട്ടാണ് വന്നിരിക്കുന്നത്. മച്ചാനും വെള്ളരും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗെയിം ഉറിയടി. നിങ്ങൾ രണ്ടും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ വേറെ വേറെ. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. കുളം കര, കുളം കര, കര. അങ്കനമാ മൗലി മണി തിങ്കളാസേ ചാരുശീലേ. അപ്പൊ നമുക്ക് നിങ്ങളൊരു ഓണം സ്പെഷ്യൽ ഓക്കെ കാണാം. എല്ലാവർക്കും വെറൈറ്റി മിനിയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് നമുക്കൊരു ഓണം സ്പെഷ്യൽ ഇന്റർവ്യൂ ആണ്. അപ്പൊ ഓണം കളറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സുന്ദരിമാരായിട്ടാണ് വന്നിരിക്കുന്നത്. മച്ചാനും വെള്ളരും. എന്തുണ്ട് വിശേഷം? ഹാപ്പി ആണോ? 2 years അല്ലേ? ഈ 2 years കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു? കുറേ മാറ്റങ്ങൾ. അന്ന് ഞങ്ങള് കോളേജിൽ പഠിക്കായിരുന്നു. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ഉണ്ടായിരുന്നു ടീച്ചേഴ്സ്. ഓക്കെ, എങ്ങനെയുണ്ട് ഓണം? എന്തൊക്കെയാണ് ഓണത്തിന്റെ നിങ്ങളുടെ ഒരു സ്പെഷ്യൽ പരിപാടീസ്? ഓണത്തിന് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇനി വീട്ടിൽ പോണം. വീട്ടിൽ പോവാറേ ഇല്ലല്ലോ. നമ്മളിപ്പോ ഒരുമിച്ച താമസം എല്ലാരും. അപ്പൊ ഓണം വീട്ടിലായിരിക്കും. എല്ലാവരും വീട്ടിലായിരിക്കും. ഓക്കെ, എന്തായാലും നമ്മൾ ഇവരെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. ഇവര് ഏറ്റവും കൂടുതൽ ചെയ്തതും വൈറലായതൊക്കെ ഇവരുടെ ഒരുമിച്ചുള്ള കുറെ എക്സ്പ്രഷൻ കാണിച്ചിട്ടുള്ള റീൽസുകളായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അത് കാണാം. ഇവരെ വിളിച്ചു വരുത്തിയിട്ട് ഇവരുടെ ഒരു മാസ്റ്റർ പീസ് കണ്ടില്ലെങ്കിൽ അത് മോശം. അപ്പൊ നമുക്ക് നിങ്ങളൊരു ഓണം സ്പെഷ്യൽ ഓക്കെ കാണാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ടീച്ചേഴ്സ് ആയി മാറി. എങ്ങനെയുണ്ട് ടീച്ചേഴ്സ് ആയിട്ട്? 3ാമത്തെ വർഷമായി ടീച്ചേഴ്സ് ആയിട്ട്. നമുക്ക് ഇങ്ങനെ കുട്ടികളായിട്ട് ഇരിക്കുമ്പോ നല്ല സുഖമായിരുന്നു. സ്ട്രെസ് ഇല്ല. നമുക്ക് അവരെ എന്ത് വേണമെങ്കിലും പറയാം. എന്തൊക്കെയാ പറയണം അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ച് നമ്മളിങ്ങനെ ഓപ്പോസിറ്റ് വന്നപ്പോഴാണ് നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവണേ. നിങ്ങൾ എങ്ങനെയുള്ള ടീച്ചേഴ്സാ? എങ്ങനെയുള്ള ടീച്ചറാ? അത് പറയാൻ വേണ്ടി അനുസരിച്ചാണല്ലോ. നല്ല പണിയുണ്ട്. ചില സ്കൂളിൽ അങ്ങനെ കുറച്ച് അങ്ങനെയുള്ളൂ. അങ്ങനെ ഇല്ല കേട്ടോ. ഞങ്ങളുടെ സ്കൂൾ നല്ല. ഇവരുണ്ടാവും ഒരു സ്കൂളിലാണ്. നല്ല പ്രിൻസിപ്പള്. ഇവര് പ്രിൻസിപ്പൾ പ്രൊമോഷനാ. അപ്പൊ നിങ്ങൾ രണ്ടും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ വേറെ വേറെ സ്കൂൾ. ഇവരുണ്ടാവും. നിങ്ങളുടെ സ്കൂളിനെ കുറിച്ച് പറ. അതെ, ഞാൻ ഇവിടെ 3 വർഷമായി. ഈ വർഷമാണ് ജോയിൻ ചെയ്തത്. സെന്റ് ജൂഡ് സ്കൂളിലായിരുന്നു, കലൂര് സെന്റ് ജൂഡ് സ്കൂളിലായിരുന്നു. ഈ വർഷം ഞങ്ങൾ ഒരുമിച്ചാണ്. നല്ല സ്കൂളാണ്, അടിപൊളി സ്കൂള്. ഞാൻ KG എടുക്കുന്നത്, കുഞ്ഞുമക്കൊക്കെ എടുക്കുന്നത്. ശരി, എന്തായാലും നമുക്ക് ഓണൊക്കെ അല്ലേ, അപ്പൊ നമുക്ക് കുറച്ച് ഗെയിംസ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഗെയിം തരാം. ഓക്കെ, നമ്മള് വന്നപ്പോ തന്നെ കുറച്ച് പേര് പറയണായിരുന്നു ഭയങ്കര വിശന്നിരിക്കുകയാണെന്ന്. എന്റെ വീട്ടിൽ ഞാൻ അങ്ങനെ അരവേശന്ന് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരാൾക്ക് 3 ഞാലിപ്പൂവൻ പഴം വെച്ച് തരും. 30 സെക്കൻഡും തരും. ഏറ്റവും കൂടുതൽ ആദ്യം ആരാണോ കഴിച്ചു തീർക്കുന്നത് അവർ ജയിക്കും. ജയിക്കുന്നവർക്ക് ഒന്നുമില്ല, ജയിച്ചല്ലോ. ഓക്കെ, തരട്ടെ. കൊടുത്തു.
ഓക്കെ, അപ്പൊ എല്ലാവരുടെയിലും ആ 3 പഴം കൊടുത്തിട്ടുണ്ട്. അപ്പോ 30 സെക്കൻഡ്സ് അല്ലേ? അപ്പൊ ഞാൻ 30 സെക്കൻഡ്സ് ഇപ്പൊ 40 സെക്കൻഡ് ആക്കിയാലോ? ഇല്ല വേണ്ട, 30. ഓക്കെ, അപ്പൊ 30 സെക്കൻഡില് 3 പഴം ആരാണ് ആദ്യം കഴിച്ച് തീർക്കുന്നത് എന്നാണ് ടാസ്ക്. സ്റ്റാർട്ട് ചെയ്യട്ടെ? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. പൊളിക്കാൻ പറ്റില്ലല്ലോ പോലെ. ചിരിക്കണ്ട. കൃഷ്ണേന്ദു ലീഡ് ചെയ്തോണ്ടിരിക്കുന്നു. നിങ്ങൾ രാവിലെ മുതൽ പട്ടിണിയായിരുന്നു. നിങ്ങൾ 24ാമത്തെ സെക്കൻഡിൽ എന്ത് പേരുണ്ടെന്ന് പറഞ്ഞു. ക്യാമറയുടെ മുന്നിൽ ഇനിയും ഞാൻ കള്ളക്കളി പറയണേ. കളക്കളിയല്ല, 24ാമത്തെ സെക്കൻഡ്. കുട്ടിക്ക് ഇത്ര വെള്ളം നീ ഇത് ആസ്വദിച്ച് കഴിക്കാൻ ഇവിടെ എടുത്തിട്ട് വീഴുന്നായിരുന്നു. കാണാൻ കുറച്ച് കഴിയുമ്പോ കോമഡി ഒക്കെ ഞാൻ നോക്കിയായിരുന്നു എത്ര അവ കേറും. ഇതൊക്കെ കഴിഞ്ഞപ്പോ മീനമ്മ ഇങ്ങനെ ആരാധനയും തീർന്നല്ലേ? പക്ഷെ ജസ്റ്റ് മിസ്. 24 സെക്കൻഡ് എടുത്തോളൂ 3 പഴം. എന്റെ രേഷ്മ ഈ ഗെയിം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഒന്നും കഴിക്കാതെ. ഓക്കെ, പിന്നെ ഇനിയിപ്പോ ഈ ഒരു 2 ഇയേഴ്സിന്റെ ഇടയ്ക്കില് നിങ്ങൾ സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തല്ലേ? എന്താ അതിന്റെ വിശേഷം? നമ്മള് ധൃതി ആർട്ട് അക്കാദമി. ധൃതി ആർട്ട് പഴം തൊണ്ടേ കുടിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല കേട്ടോ. ധൃതി ആർട്ട് അക്കാദമി. ഓക്കെ, അത് ഓരോരുത്തരും ഓരോ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ മലപ്പുറത്തുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്. അപ്പൊ എങ്ങനെയാ ഈ ടീച്ചിങ്ങും അവിടെയും കൂടി മാനേജ് ചെയ്യുന്നത്? വെള്ളിയാഴ്ച പോയിട്ട് ശനി ഞായർ ക്ലാസ് എടുത്ത് തരും. അപ്പം ഫുൾ ടൈം ആഴ്ചയിൽ എല്ലാ ദിവസവും വർക്ക് ചെയ്തോണ്ടിരിക്കാം? ബുധനാഴ്ച ഇല്ല, ബുധനാഴ്ച ലീവാ. എല്ലാ ദിവസവും ഉണ്ട്. അതിനിടയ്ക്ക് അവിടെ കല്യാണം കഴിഞ്ഞു? ന്യൂലി മാരീഡ്. കല്യാണം അടിച്ചു പൊളിച്ചു ഞങ്ങള്. അടിച്ചു വിളിച്ചോ? ഞാനും അടിച്ചു പൊളിച്ചു. ഇവരുണ്ടായോണ്ട് ഞാൻ കല്യാണത്തിന്റെ ഭാഗത്ത് കാണിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ കല്യാണത്തിന്റെ റീൽസ് ഉണ്ട്. ഞങ്ങള് കൊറേ റീല്, മിഥുനന്റെ കല്യാണത്തിന് കൊറേ റീൽ ഇട്ടിരുന്നു. മിഥുനൊക്കെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തിനാ അറിയേണ്ട ആവശ്യം? അത് ചുമ്മാ എടുത്തതാ ഇവര്. പക്ഷെ അത് കരയിപ്പിച്ചു ഞങ്ങള്. എന്തിന്? വാശി കാണിച്ചു ഞങ്ങളടുത്ത്. ഞങ്ങൾക്ക് ദേഷ്യം വന്നു. അപ്പൊ ഞങ്ങൾ കരയിപ്പിച്ചു. അവള് ചെറുതായിട്ട് കരയണം, ഞങ്ങളിങ്ങനെ. ഇവള് ചെറുതായിട്ട് കരഞ്ഞു, ഞങ്ങള് വലുതായിട്ട് കരഞ്ഞു. 13 വർഷത്തെ പ്രണയായിരുന്നു. എന്നോട് സ്കൂളിൽ പഠിച്ചതാ, +2 അർജുൻ എന്ന പേര്. പിന്നെ വീട്ടിലൊക്കെ അന്വേഷിച്ച് പറഞ്ഞ് കല്യാണം കഴിച്ചു. എങ്ങനെയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്? കുഴപ്പമില്ല, നല്ല നല്ല ജീവിതം. അല്ലെങ്കിൽ വീട്ടിൽ കേട്ടില്ല. നല്ല നല്ല ലൈഫാ. ഈ ടീച്ചേഴ്സ് ആയതിനു ശേഷം എങ്ങനെയുണ്ട് ഓണമൊക്കെ? ഓണം നമ്മള് മറ്റേത് നമുക്ക് കുത്തി മറിയാലോ. നമ്മള് പിള്ളേരല്ലേ, ഓണം സെലിബ്രേഷൻ പറഞ്ഞാൽ നമ്മുടെ സെലിബ്രേഷൻ ആണല്ലോ. ഇപ്പൊ നമ്മള് സാരി കൊടുത്ത് ഡീസെന്റ് ആയിട്ട് ഇങ്ങനെ മക്കളെ ഇങ്ങോട്ട് ഇങ്ങനെ നിൽക്കണല്ലോ. ഓക്കെ, എന്തായാലും ഞാൻ വേറൊരു ഗെയിം തരാം. ഓക്കെ, അപ്പോ നമ്മുടെ നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത് സോപ്പ് ആൻഡ് സ്വീറ്റ്. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കയ്യിൽ സോപ്പും ഒരു കയ്യിൽ സ്വീറ്റും തരും. സോപ്പ് എന്ന് പറയുമ്പോ സോപ്പ് സ്മെൽ ചെയ്യണം, സ്വീറ്റ് എന്ന് പറയുമ്പോ സ്വീറ്റ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അതിന്റെ മലയാളം. അപ്പം നമ്മളിപ്പോ ഇത്രയും പേരുള്ളതുകൊണ്ട് ഞങ്ങള് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യം 4 പേര്, അതിൽ നിന്ന് ഒരാള് വിന്നാവും. പിന്നെ ബാക്കി 4 പേര്, അതിൽ നിന്ന് ഒരാള് വിന്നാവും. ആ 2 വിന്നേഴ്സ് തമ്മിൽ വീണ്ടും
അതിലൊരാൾ വിന്നർ. ശരി, അയാൾക്കും ഒന്നും കിട്ടുന്നതല്ല. ഓക്കെ, മനസ്സിലായില്ല. എങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ ഔട്ടായി. ഔട്ട് ആവും. അങ്ങനെ ലാസ്റ്റ് വരുന്ന ആള് വിന്നറോ. ശ്രദ്ധിക്കണേ ശരിക്കും. ഫോക്കസ് ശ്രദ്ധിക്കണേ. അല്ല ഞങ്ങൾ ആരെ തെറ്റിക്കണേ അതവര് ശ്രദ്ധിച്ചു. കള്ളക്കളി കളിക്കാണ്ട് ശ്രദ്ധിച്ചാണ്. അത് ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിലും ഇവൻ നന്നായിട്ട് ശ്രദ്ധിക്കും. കള്ളി ശ്രദ്ധിക്കണേ ശരിക്കും. ഇളകുക. ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ കൊടുക്കാം. ആ ശരി, പൊട്ടിച്ചാ ഞാൻ പോയി കവർ കടിച്ചു നിന്നേ. ഒറ്റടിക്ക് കഴിക്കരുത് കേട്ടോ. ഞാൻ പക്ഷെ വിഴുങ്ങൂട്ടാ, ആ കോലൊക്കെ വിഴുങ്ങുന്നത്. പക്ഷെ പ്രശ്നമില്ല, ചെറുപഴം കഴിച്ചിട്ടുണ്ടല്ലോ. എന്തിനാ ചെറുപഴം തന്നെ? ഇനി ഒരു മാസം ഇത് ഞാൻ കേൾക്കണം, അറിയോ? ബാക്കിയോ എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യല്ലോ. തീർന്നു. അടുത്ത ഓണം വരെ കേൾക്കണം. അപ്പൊ ഓക്കെ, അപ്പം ഇവര് 4 പേരുമാണ് ഫസ്റ്റ് റൗണ്ട് കളിക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. അല്ല, എന്താ പറയാ പോണേ? സോപ്പ്. ആ, സോപ്പ് എന്ന് പറയുമ്പോ സോപ്പ് സ്മെല് ചെയ്യാം. സ്വീറ്റ് എന്ന് പറയുമ്പോ സ്വീറ്റ് ലിക്ക് ചെയ്യും. ഓക്കെ, സ്വീറ്റ് സോപ്പ്, സ്വീറ്റ് സോപ്പ്, സോപ്പ് സ്വീറ്റ്, സ്വീറ്റ് സോപ്പ്. ഇത് തപ്പുന്നുണ്ടോ? അങ്ങനെയാണോ ഗെയിം? ഓക്കെ, സോപ്പ്, സ്വീറ്റ്, സ്വീറ്റ്, സ്വീറ്റ് സോപ്പ്, സോപ്പ്, സോപ്പ് സ്വീറ്റ്, സോപ്പ് സ്വീറ്റ്, സോപ്പ് സ്വീറ്റ്, സോപ്പ് സ്വീറ്റ്, സ്വീറ്റ് സ്വീറ്റ്. ഓക്കെ, കൃഷ്ണേന്റെ ഔട്ട്. ഓക്കെ, സ്റ്റാർട്ട്. സോപ്പ്, സ്വീറ്റ്, സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്, സ്വീറ്റ്, സോപ്പ്, സോപ്പ്. തപ്പുന്നുണ്ടാ. സോപ്പ്, സോപ്പ്, സ്വീറ്റ്, സ്വീറ്റ്, സോപ്പ്, സോപ്പ്, സ്വീറ്റ്, സ്വീറ്റ്, സോപ്പ്. സോപ്പ്, സ്വീറ്റ്, സോപ്പ്, സോപ്പ്, സോപ്പ്. എങ്ങനെയുണ്ട് ഇപ്പൊ? ടേസ്റ്റ് എങ്ങനെയുണ്ട്? രേഷ്മ കാര്യത്തില്ല. അപ്പൊ മച്ചാൻ ഔട്ടായിരിക്കണം. രേഷ്മ ടൈറ്റ് കോമ്പറ്റീറ്റർ ഉണ്ടോ? ഇല്ല, എനിക്കിതിൽ ബുദ്ധിയില്ല. ഓക്കെ, സോപ്പ്, സ്വീറ്റ്, സോപ്പ്, സോപ്പ്, സ്വീറ്റ്, 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 സോപ്പ്, സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്. മാറിയില്ലേ? സ്വീറ്റ് സോപ്പ് കറക്റ്റ്. സോപ്പ്, സോപ്പ്, സ്വീറ്റ്, സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്, സോപ്പ്. രേഷ്മ, രേഷ്മ അപ്പൊ എന്ത് മനസ്സിലാക്കാൻ നമ്മള് മന്ദബുദ്ധിയായിട്ട് അഭിനയിക്കാണ്. കോൺസെൻട്രേറ്റ് ചെയ്താ മതി. ഓക്കെ, ഇനി വരെ ആദ്യമേ പതുങ്ങിയതാ. അപ്പൊ ശരിക്കും പറയണ്ട, ഇപ്പൊ അവളെ ഔട്ടാക്കാരുന്നില്ലേ? ചേട്ടാ അവളുടെ ഇതെന്താണെന്നറിയോ? അവള് തോറ്റാലും ഇങ്ങനെ ഇല്ല കേട്ടോ, ഇങ്ങനെ ആക്കും. അപ്പൊ നമ്മളതിൽ വീഴും. എനിക്ക് ഓർമ്മയില്ല. എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കാണിച്ചോടെ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഓക്കെ, എന്തായാലും രേഷ്മ നീ എന്താ പറയാൻ വിഷ്ണു? വിഷ്ണു ചേട്ടൻ ചതിച്ചതാ, നീ കണ്ണടച്ച് കാണിച്ചാ. ഓക്കെ, അടുത്ത ടീം 2. രണ്ടാമത്തെ റൗണ്ട് ഉണ്ടല്ലേ, മറന്നു. ആ സോപ്പ് വാങ്ങി വെച്ചേക്ക്, അപ്പൊ അതും തിന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോപ്പ്, സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്, സ്വീറ്റ്. ആരൗട്ടായ? ഇനി നക്കണ്ട. ഓക്കെ, സ്റ്റാർട്ട്. സോപ്പ്, സ്വീറ്റ്, 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 സോപ്പ്, സോപ്പ്, സ്വീറ്റ്, സോപ്പ്, സ്വീറ്റ്. ഓക്കെ, ഉണ്ടാക്കി ഔട്ടായിരിക്കുന്നു. ഓക്കെ, ഇനി രണ്ടുപേരും. അല്ലല്ല ഇവര് അല്ല, ധനേച്ചിന്റെ എവിടെ? ഓക്കെ, സ്വീറ്റ്, ജയിക്കും. soap, soap, sweet, sweet, soap, soap, sweet, 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 soap, soap, sweet, soap, sweet. നീ ജയിച്ചു.
പിടിച്ചോളി ഞാൻ ഓക്കെ ദേവിക and രേഷ്മ. തകർക്കണം. വേണ്ട വേണ്ട അവള് കള്ളക്കളീന്റെ എല്ലാവരും ഇപ്പൊ എന്നെ കള്ളിയാക്കി. ഇതിൽ നീ വിൻ ചെയ്യണം. ഓക്കെ ഒന്നുകൂടി എനിക്ക് ഇല്ലടി ഞാൻ ജയിക്കൂല കേട്ടാ. ഇത് ട്രിക്ക് കണ്ടോ ഇപ്പൊ പറഞ്ഞപ്പോ സെന്റിമെന്റ്സ് തോന്നി വിഷ്ണു ചേട്ടന് പറഞ്ഞേട്ടാ അവളിങ്ങനെ വേണ്ടടി ഞാൻ ജയിക്കുന്നില്ല നിങ്ങൾ ജയിച്ചു. ഞാൻ സീറ്റ് പറഞ്ഞാൽ ഇതിൽ എന്നെ ഉണ്ടാക്കിക്കോളാം. ഓക്കെ ഫൈനൽ റൗണ്ട് രേഷ്മ വേഴ്സസ് ദേവിക. ആര് ജയിക്കും? ദേവിക 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 ഇല്ല 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 ദേവിക. സത്യസന്ധമായിട്ടാണെങ്കിൽ ദേവിക, കള്ളക്കളിയാണെങ്കിൽ അവൾ. ഓക്കെ സോപ്പ് സ്വീറ്റ് സോപ്പ് സ്വീറ്റ് സോപ്പ് സ്വീറ്റ് സ്വീറ്റ് സോപ്പ് സോപ്പ് സ്വീറ്റ്. കണ്ടുപിടി സത്യമുള്ളടത്ത് ദേവിക്ക് ജയുണ്ടാവും. ഇനി കഴിച്ചോ? ഈ പ്രാവശ്യം കൃഷ്ണൻ നോക്കാൻ പറ്റില്ല. ഓക്കെ അപ്പം ഈ ഗെയിമില് ദേവിക വിൻ ചെയ്തിരിക്കുന്നു. അടിപൊളി. ഓക്കെ അപ്പോ നമുക്ക് ആക്ച്വലി കുറെ ഗെയിംസ് ഉണ്ട് ഓൺ ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഗെയിമും ഇരുന്നിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇനി ഞാൻ കുറച്ച് നിന്നിട്ട് ദേഹാനങ്ങിയുള്ള കുറച്ച് ഗെയിംസ് തരാം. റെഡിയാണോ? ഓക്കെ ഓക്കെ അപ്പോ നമ്മുടെ നെക്സ്റ്റ് ഗെയിം കുളം കര. കുളം എന്ന് പറയുമ്പോ ഈ പൂമാലയുടെ ഫ്രണ്ടിലേക്ക് ചാടണം, കര എന്ന് പറയുമ്പോ തിരിച്ച് ബാക്കിലേക്ക്. ഓക്കെ ഓക്കെ ആ ഓക്കെ. കുളം കര കര കുളം കുളം കര. സ്പീഡിൽ അതെ ഇവിടെ നിക്കിട്ടാ മട്ടാണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ വേഗം വേഗം. കുളം കര കുളം കര കര കര. ചാടണോ ഇങ്ങനെ? കര കുളം കുളം കര കുളം കര കുളം. എനിക്ക് മനസ്സിലായില്ല. ലാസ്റ്റ് പറഞ്ഞത് ഇല്ല അല്ല ചിരിച്ചില്ലേ നിർത്തിയില്ലേ? അല്ല ജയിച്ചു. ഓക്കെ മിഥുന വീണ്ടും വിജയകരമായി ഔട്ട്. എപ്പോഴും അയ്യോ ഇപ്പോൾ അടുത്തേക്കുമ്പോ ടെൻഷനാണേ. ഓക്കെ കര കുളം കര കര കുളം കുളം കര. കുളം കര കുളം കര കര കുളം കുളം കര കര. ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഓക്കെ നിങ്ങളല്ല നേരത്തെ ഒന്നിച്ചെന്നേ. ഒരേ സ്കൂളിന്റെ പ്രശ്നം. ഞങ്ങൾ ഒരേ സ്കൂളുകാരായ കാരണമാണ് പ്രശ്നം. ഓക്കെ അപ്പോ ഫൺ ടീച്ചറും സ്ട്രിക്റ്റ് ടീച്ചറും തമ്മിലാണ്. ഓക്കെ കുളം കര കുളം കര കര. ഫൺ ടീച്ചർ ജയിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ടീം 2 വിളിക്കാം. അവിടെ തൽക്കാലം റെസ്റ്റ് എടുത്തു. കുളം കര കര കുളം കുളം കര കുളം കര കുളം കര കര. ഓക്കെ കര കര കുളം കര കുളം കര കര കുളം കുളം കര കുളം കര. സ്പീഡില് കുളം കര കുളം കര. ഇതെല്ലാരും ഉണ്ടോ? അല്ല ഇതല്ലേ കര. ഇത് ഓപ്പോസിറ്റ് നിങ്ങൾ ചാടിക്കൊണ്ടിരിക്കണേ അല്ലേ? അതില്ല സ്ലോ ആയതാ ഇവിടെ സ്ലോ ആയതാ. ഓക്കെ ലാസ്റ്റ് കുളം കര കുളം കര
കുളം അല്ല നമ്മളില്ലേ പറഞ്ഞു നിങ്ങൾ കുളത്തിലല്ലേ അവിടെ നിന്നോ തിരിച്ച് ബാക്കിലേക്ക് ചാടണ്ട. ആ ശരി ശരി ഓക്കെ. കുളം കര കുളം കര കര കുളം കുളം കര കര കുളം കുളം കര കുളം കര കുളം കര കര. മച്ചാനെന്താ ചെയ്യണമെന്നറിയോ? കുളത്തിൽ ചാടുന്നു. അതാ സോപ്പ് ഇട്ടപ്പോഴും എനിക്ക് തോന്നി. ഓക്കെ, ടൈറ്റ് കോമ്പറ്റീഷൻ. കുളം കര കുളം കര കര. ഓക്കെ, കൃഷ്ണേന്ദു ജയിച്ചിരിക്കുന്നു. ആൻഡ് ലാസ്റ്റ് റൗണ്ടില് മിഥുന വേഴ്സസ് കൃഷ്ണൻ. സോറി, ദേവിക വേഴ്സസ് കൃഷ്ണേന്ദു. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കുളം കര കുളം കര കുളം കര കര കുളം കുളം കര കുളം കര കര. ഓക്കെ, അപ്പോ ഈ ഗെയിമില് കൃഷ്ണേന്ദു ജയിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ഗെയിം എന്ന് പറയുന്നത് പേപ്പർ കപ്പ് ചാലഞ്ച്. അതായത് നമ്മളിവിടെ കുറച്ച് ഗ്ലാസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്, പേപ്പർ കപ്പ്. അപ്പൊ ഇതില് എല്ലാവരുടെയും കണ്ണ് കിട്ടും. ഓരോരുത്തരായിട്ട് വന്നിട്ട് ക്രിസ് ക്രോസ് ആയിട്ട് ഇതിങ്ങനെ ക്രോസ് ചെയ്ത് പോകണം. പോകുന്ന സമയത്ത് ഇതില് ഗ്ലാസ്സിൽ തട്ടാനോ മുട്ടാനോ പാടില്ല. അങ്ങനെ ചെയ്താൽ അവർ ഔട്ടാവും. ഓക്കെ, അപ്പോ ആദ്യമായിട്ട് വളരെ ധൈര്യത്തോടു കൂടി ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്നത് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് കാണുന്നുണ്ടോ? കാണുന്നില്ല. ഇപ്പൊ പറയൂ. അയ്യോ അത് ഭയങ്കര ബുദ്ധിയാട്ടോ. അങ്ങോട്ട് മാറി ശ്വാസം കിട്ടുന്നുണ്ട്. മുണ്ട് നോക്കിക്കോട്ടോ. തുണി നോക്കി പൊക്കോട്ടോ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. കാണുന്നു തോന്നുന്നു. പാവാട നോക്കിക്കോ ചേച്ചി അടുത്തോട്ട് വെക്കാല്. ഗ്ലാസ്സിൽ അത് വീഡിയോ ഇറങ്ങുമ്പോ ഒന്ന് കണ്ടോ. തുണി കൃഷ്ണേന്ദുവിന്റെ ഭരതനാട്യം കാണാം. കൃഷ്ണേന്ദുവിന്റെ ഓക്കെ ആണോ? ഓക്കെ, അടുത്തതായിട്ട് കൃഷ്ണ. ഇത് കാണാൻ തോന്നൂട്ടാ. ഇല്ല ഇല്ല, പോ തീരാറായി. ചെയ്തു. ആരവിടെ എത്തും? ഓക്കെ,
ഇനി അളവെടുത്ത അയ്യോ ടൈം നോക്കിയില്ല. എന്നാലും നമുക്കിനി അടുത്തത് ഇവരിൽ ആരെങ്കിലും ജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ജയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ വെച്ചു വരൂ. ആ ശരി. എന്താ ഇത്ര തന്നെ ടെൻഷൻ അടിച്ചോണ്ടിരിക്കല്ലേ? ഇനിയും ടെൻഷൻ. ഞാനാട്ടോ. തൃപ്പൂണിത്തറയുടെ അഭിമാനങ്ങൾ ചേച്ചിങ്ങനെ എങ്ങാനും എന്റെ ഓക്കെ, അടുത്തത് രേഷ്മ. രേഷ്മയുടെ മുഖത്തുള്ള എന്റെ ഇറങ്ങണ്ട ആ പോട്ടെ. ഓക്കെ നെക്സ്റ്റ് അർജുന്റെ മകനെ കേൾക്കണം ഓക്കെ അനാമിക. അനാമിക വളരെ ബുദ്ധിപരമായി തോന്നുന്നുണ്ട് നിങ്ങൾ എന്നെ കഴിഞ്ഞു കഴിഞ്ഞു. ഇതിലേതാ പോയത്? ഓക്കെ ടെൻഷൻ അടിക്കണം. അടുത്തത് അർജുന്റെ അഭിമാനം കാക്കാൻ മിഥുനവ. ഓക്കെ 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 സ്റ്റാർട്ട്. 3, 2, 1 ഗോ. ടെൻഷൻ ആവണം. വെരി ഗുഡ്. ഓക്കെ അർജുന്റെ മാനം അടുത്ത ആള് മീര. മീര റെഡി. കാല് വല്ലാണ്ട് വല്ലാണ്ട് വെച്ചാൽ വെച്ച് പോയി. കൃഷ്ണ പ്രാർത്ഥിക്കണ്ടാവും ഓക്കെ ഓക്കെ പൊക്കോ മീര. ആരെ പൊക്കാൻ ഓക്കെ കറക്റ്റ് അല്ലേ? സ്റ്റാർട്ടിങ് ആണോ? നടന്നോ? ഞാൻ ചോദിച്ചില്ലേ? ചളിക്ക് വിളിക്കേ കേട്ടോ ലീഡ്. ആരും ജയിക്കരുതേ. കൃഷ്ണ ഞാൻ ഈ ഗെയിമിന് മാത്രം ജയിച്ചോട്ടെ. ഓക്കെ ലാസ്റ്റ് ഗെയിമില് മാനം. ഓക്കെ ഓക്കെ പോകോ. അയ്യോ ഒരു മിനിറ്റ് വെക്കണം എന്ന് മനസ്സിലാവില്ല. അയ്യോ ഇനി പൊക്കട്ടെ. മതി കളിച്ചോ. അതേപോലെ തന്നെ പോയിക്കോ. നന്ദുവിന് പോരാളി വന്നു. ഗുഡ് ഗുഡ്. കറക്റ്റാ കറക്റ്റാ. ഗുഡ് ഗുഡ്. നന്ദു കറക്റ്റാ കറക്റ്റാ. അവളെ കപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ കൃഷ്ണ എന്തൊക്കെ പോട്ടെ പോട്ടെ ഒന്നുകൂടി. എല്ലാരും മത്സരിക്കുന്നോടൊപ്പം വീണ്ടും. ഓക്കെ നമുക്കിപ്പോ 2 വിന്നേഴ്സ് ഉണ്ട്.
മച്ചാനും ഉണ്ട് കൃഷ്ണേന്ദും ഉണ്ട്. അപ്പൊ ഇനി ഇവര് തമ്മിലാണ് ടൈ. അപ്പൊ നമുക്ക് ടൈമിംഗ് വെക്കാം അല്ലെ? ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ആരാ ക്രോസ് ചെയ്യുന്നത് നോക്കാം. അയ്യോ അങ്ങനെ വേണ്ടായിരുന്നു കേട്ടോ. അത് കൊള്ളാം, നല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തോൽക്കും. പിന്നെ എന്തിനാണ് ഗെയിം? ഓക്കെ മൂക്കൊക്കെ ഇട്ട് എന്നിട്ട് അവിടെ സ്ഥലം കൊണ്ട് ഓക്കെ. അപ്പം ടൈമർ വെക്കാൻ പോവാണ്. അപ്പം ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ആരാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് അവര് ജയിക്കും. എനിക്ക് വോട്ട് ചെയ്യണേ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കൃഷ്ണേന്ദു. ഓക്കെ, സ്റ്റാർട്ട്. പൊക്കോ. ഇതിന് കാണാട്ടോ, ഒരു മാന്ത്രിക ശക്തി ഉണ്ട് നമുക്ക്. ഞാൻ കളിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. കൃഷ്ണ ആക്ച്വലി ചേട്ടനെ വിളിച്ചില്ലോ. എത്ര സമയം എടുത്തു? 21 സെക്കൻഡ്സിൽ 21 സെക്കൻഡ് അല്ലേ? 20 ആക്കണം. എനിക്ക് വേണ്ടി വോട്ട് ചെയ്യോ? ഓക്കെ, അപ്പൊ കൃഷ്ണ അടുത്തത് മച്ചാൻ 70 സെക്കൻഡ് ഓടണേ. മൂക്ക് അത്ര അവിടെ എന്തെങ്കിലും ഒട്ടിച്ചേക്കല്ലേ? ഓക്കെ അപ്പം കൃഷ്ണേന്ദു 21 സെക്കൻഡ്സിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. മച്ചാൻ ഇതിലും കുറവ് സെക്കൻഡ്സിൽ കംപ്ലീറ്റ് ചെയ്താലോ ജയിക്കും. ഓക്കെ ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നോക്കട്ടെ ഏത് കാണാം. വെറും 9 സെക്കൻഡ്സ് ഔട്ട് ആയിരിക്കുന്നു. അപ്പൊ കൃഷ്ണേന്ദു ആണ് ഈ ഗെയിം. അതെ, അവിടെ സ്റ്റാർട്ടിങ്ങിൽ ഓവറായിട്ട് ഇതാക്കിപ്പിച്ചതാ. ഓക്കെ, അപ്പൊ കൃഷ്ണേന്ദു വരും. കൃഷ്ണേന്ദു ആണ് നമ്മുടെ ഗെയിം ജയിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ഗെയിം സുന്ദരിക്ക് പൊട്ട് തൊടൽ. അപ്പൊ നമ്മളിവിടെ സുന്ദരിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെ കണ്ണ് കിട്ടും. കറക്റ്റ് ആയിട്ട് പൊട്ട് തൊടുന്നവർ ജയിക്കും. ഓക്കെ, ഇതുവരെ എല്ലാ ഇൻഡിവിജ്വൽ വിന്നേഴ്സ് ആണ്. അപ്പം ഇതിൽ ആര് ലീഡ് വരും, ആരെങ്കിലും പുതിയ വിന്നേഴ്സ് വരുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പം ആദ്യം വരാൻ പോകുന്നത് മീര. വേഗം ഇട്ടിട്ട് വരണേ. മൂക്ക് കവാടാണോ? അല്ലല്ല ഓക്കെ, പോയി വേഗം ഇട്ടിട്ട് വരണേ. 3, 2, 1 ഗോ. ഓക്കെ, അങ്ങനെ രസമല്ലതും ഇത് 2 ഞാൻ പറഞ്ഞുതരാം. ഫോട്ടോ. ഓക്കെ, ഫോട്ടോ വെച്ചോ. തൊട്ടോ. പൊട്ട് വരുന്നില്ല. പൊട്ട് ഭയങ്കര ആവേശത്തിൽ കയറി വന്ന ആവേശം. എന്തായാലും ഒന്ന് പൊട്ടി പോകും. അതെ അതെ. നെക്സ്റ്റ് കൃഷ്ണേന്ദു. ഇതിലെല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. ആരും കൊണ്ടാവുന്നില്ല. നേരത്തെ അളവെടുത്തപ്പോഴേ എനിക്ക് തോന്നി. ഓക്കെ, നെക്സ്റ്റ് ധനലക്ഷ്മി. അപ്പോഴത്തേനും പൊട്ട് പറ്റിയാലോ? എന്ത് പറ്റിയാലോ? ഒരു പറ്റ്. എന്തെന്നാ? ഓക്കെ, ഞാൻ അങ്ങനെ നീ വെച്ചല്ലോ അല്ലേ. രേഷ്മ തൊട്ടോ. തൊട്ടോ തൊട്ടോ തൊട്ടോ. കറക്റ്റ് തൊടണം, അതാ ഗെയിം. അയ്യോ, രസം പൊട്ടുന്നുണ്ടോ? ഓടിപ്പോ. പൊട്ടുണ്ടോ കയ്യില്? ഓക്കെ, കണ്ണ് കിട്ടണ്ട ഭാഗ്യം. കുത്തിട്ടടി അളവെടുക്കുക.
നീ എന്താ നിന്റെ മുട്ട് തുടങ്ങുന്ന ഓക്കെ രേഷ്മ ഞാനുണ്ട്. നീ ചെയ്തോ? അടുത്ത മച്ചാനാണോ? അത് ഞാനേ ഇതിന് ലാസ്റ്റ്. ഓക്കെ രേഷ്മ. രേഷ്മ പഴം കഴിക്കാൻ മാത്രമല്ല രേഷ്മ ശരി. രേഷ്മ അണിറോസ് എങ്ങനെയാണ് നിക്കണത് അതേപോലെ നിക്കാട്ടോ. അത്ര ആ അളവെടുത്ത് എന്തായാലും രക്ഷപ്പെട്ടു അത്. ഓ ഇത് പക്ഷെ രേഷ്മയാണ് കുറച്ചും കൂടെ അടുത്ത്. കറക്റ്റ് അല്ലേ? കുറച്ച് കുറച്ചുകൂടെ നീക്കി വെച്ച പുരുകത്തിന്റെ അടുത്ത്. ഇതായിരുന്നു രേഷ്മയുടെ. ഓക്കെ അത് ബ്ലാക്ക് മാർക്ക്. മാർക്ക് വെച്ചപ്പോ നല്ല രസല്ലേ? എല്ലായിടത്തും മാർക്കായി. പക്ഷെ എന്റെയാണ് ഭംഗി വന്നത്. അപ്പൊ ഇരുകം കഴിഞ്ഞ കണ്ണറിയില്ല. ഓക്കെ പൊട്ടുണ്ടോ? ശരി ആ പറ്റില്ല കേട്ടോ. കുറച്ച് ബുദ്ധി യൂസ് ചെയ്താ കിട്ടും. ആണോ? ആ പറ്റില്ലേ? ഇത് ഞാൻ ബുദ്ധി ഇങ്ങനെ ആക്കി നോക്കി കുറച്ചുകൂടി എന്തിനു കാണാറില്ലേ? അത് മച്ചാൻ ഏറെക്കുറെ കള്ളാന്ന് വിളിക്കുമ്പോ ബുദ്ധി യൂസ് ചെയ്യാൻ പറയുമ്പോ ഞാൻ വലിയ കളിച്ചിട്ടില്ലല്ലേ? അല്ല പൊട്ടു നോക്കിയതാ. ഇങ്ങനെ ആക്കാൻ പാടില്ലായിരുന്നു. കുഴപ്പമില്ല. ഞാൻ പ്രാർത്ഥിച്ചതാ ഇങ്ങനെ ചോദിക്കാൻ. ഇത് പ്രാർത്ഥന ഇത് കള്ളക്കളിയാണ്. അല്ല ആരോ ആയില്ലെങ്കിൽ പിന്നെ അതന്നെ കാരണം കാണുന്നുണ്ടോ? ഇല്ല മൂക്ക് 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 അപ്പൊ നിങ്ങൾ പറയണ്ടേ തൊട്ടോട്ടെ ആരും ഇല്ലല്ലോ. ഇതാണ് മണിക്കുട്ടി. ആ ഇതിനെ കറക്റ്റ് നീ തുറന്ന കുറച്ച് കേറ്റിട്ട് എടി എങ്ങനെയെങ്കിലും ഞാൻ ചോദിച്ചിട്ടോടി ഇതിനെ പേടിക്കണ്ട. നോക്കി ചെയ്യടി കുറച്ചുകൂടി അയ്യോ എടി ലെഫ്റ്റ് ബോഡി ലെഫ്റ്റ് പറയില്ല മിഥുനെ നീ മണ്ടത്തിയാണോ? എന്റെ പൊട്ട് നോക്കിട്ട് അതിന് മുകളിൽ മനസ്സിലാവാ. എന്നാലും ഏകദേശം ഒരു സുമാറ് അങ്ങനെ ഹണി റോസ് മച്ചാനെ ജയിപ്പിച്ചിരിക്കുന്നു. ഞാൻ ഹണി റോസിൽ ഫോളോ ചെയ്യണം. അപ്പോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗെയിം ഉറിയടി. ആദ്യമായിട്ട് വരാൻ പോകുന്നത് ധനലക്ഷ്മിയാണ്. ഓക്കെ ഓക്കെ പ്രോത്സാഹിപ്പിക്കട്ടെ. അടിക്കില്ല എന്റെ പൊന്നു അയ്യോ ജീവൻ മരണം പോയി. മിഥുന
ഉണ്ടാപ്പി ഞങ്ങൾ എടി മുറുക്ക് പിടിക്കാനായിട്ട് ഉണ്ടാപ്പി. ഇതൊന്ന് കണ്ടോ സ്റ്റിക്കറാക്കാൻ പറ്റിയ സാധനം. ആ പൊക്ക പൊക്ക പൊക്ക. കൃഷ്ണ കൈ മുറുക്ക് നിന്റെ കൈ തട്ടിയതോ സാരല്ല. ഓക്കെ രേഷ്മ. ഓക്കെ രശ്മി നല്ല പോലെ ഓക്കെ പൊക്കോ പൊക്കോ. കറങ്ങിയിരിക്കണേ ആൾക്കാർക്ക് ഇങ്ങനെ കണ്ട കണ്ട. ഓക്കെ അടിച്ചോ. ഓക്കെ ജീവന്മാരുടെ പോരാട്ടം എന്റെ അടുത്ത് കൂടെ പോയത്. നിർത്താണോ? ഓക്കെ പോക്കോ. കയ്യിലെ കൊണ്ട് കൈ വെച്ചാ പഠിച്ചേ. നീ കൈ വെച്ച് പൊട്ടില്ല. അതും തട്ടിയതാ. തട്ടി അതല്ല ഇത് പൊട്ടിച്ചോ. കൈ കൈ നല്ല എടി ഇറക്കി പിടിക്കടി. പൊക്കി പൊക്കിയല്ലേ പൊക്കി. മുന്നോട്ട് പോ താഴോട്ട് അത് അറിഞ്ഞിട്ട് കൂടില്ല.
ഓക്കെ റെഡി 1 2 3 നിക്ക്. ആ, അടിച്ചോ. താഴെ ആ, മേലെ അടിക്ക്. ആ, ആരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ? ഓക്കെ, അപ്പൊ ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് വിന്നേഴ്സ് ഒന്നുമില്ല. പക്ഷെ എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്തു. ഏറെക്കുറെ എല്ലാവരും പൊട്ടിച്ചു. എല്ലാവരും പൊടിച്ചു. കുറെ പേര് കറക്റ്റ് അടിച്ചു പൊടിച്ചു. കുറെ പേര് തല്ല് പൊട്ടിച്ചു. കുറെ പേര് സാമ്പാർ ഇളക്കുന്നുണ്ടായിരുന്നു. ബട്ട് അടിപൊളിയായിരുന്നു. അപ്പം ഇവരുടെ ഒരു ഡാൻസോട് കൂടി നമ്മൾ പരിപാടി വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ എല്ലാവർക്കും ചാച്ചാ ബൈ ബൈ. പൊട്ടും കുത്തിയിലെ ഓണപ്പുടവയുടുത്തില്ലേ ഓല പുടവേണ്ടേ ചാന്തും വച്ചില്ലേ ചെമ്പട്ടിയും ചേലി